بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم ബാരിക് അലൈഹി. ഒരാൾ മരണം ഉറപ്പായി കിടക്കുകയാണെങ്കിൽ അവൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചിലത് പറഞ്ഞത്. ബാക്കി കൂടി പറയാം. പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, വസ്തഹബ്ബു യകൂന ശാക്കിറൻ ലില്ലാഹി ബിഖൽബിഹി വലിസാനിഹി, അവൻ്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടിരിക്കണം, അള്ളാഹുവിന് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം, അള്ളാഹുവിന് നന്ദി ചെയ്തുകൊണ്ടിരിക്കണം. ഹൃദയത്തിലും ചൊല്ലാം, ഇനി വെറുതെ ഇങ്ങനെ നാവ് കൊണ്ടനക്കാൻ കഴിയാൻ മനസ്സുകൊണ്ട് ചൊല്ലാം. നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ദിക്ർ ചൊല്ലണം. അള്ളാഹുവിന് നന്ദി ചെയ്യണം, ഇതുവരെ ആയുസ് നൽകിയ അള്ളാഹുവിന് അവൻ ഹാദിറാക്കണം, മനസ്സിൽ ഹാദിറാക്കണം. അവൻ്റെ ദുന്യാവിൻ്റെ അവസാന ടൈമാണിത്. അതുകൊണ്ട് തന്നെ ഈ ടൈമ് അവൻ ഖൈർ കൊണ്ട് അവസാനിപ്പിക്കണം, അതിനെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കണം. എൻ്റെ അവസാന ടൈമായതുകൊണ്ട് തന്നെ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ, അല്പം തോനെ അസ്തഗ്ഫിറുല്ലാഹൽ അസീം ചൊല്ലട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലട്ടെ എന്ന് മനസ്സിലാക്കി ധാരാളം ഇബാദത്തുകൾ കിടന്നുകൊണ്ടുള്ള ദിക്റുകൾ ചൊല്ലാം. ഇരിക്കുകയാണെങ്കിലും ദിക്ർ ചൊല്ലാം, ഇസ്തിഗ്ഫാർ ചെയ്യാം. അവസാനം ദിക്റിലായി മരിക്കണം എന്ന ചിന്ത, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരിക്കാം. അപ്രകാരം ചെയ്യേണ്ടതാണ്. മുമ്പ് പറഞ്ഞതാണ്, ആരുടെയെങ്കിലും അക്രമങ്ങൾ തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ, ഹക്കുകൾ വീട്ടാനുണ്ടെങ്കിൽ അതൊക്കെ വീട്ടേണ്ടതാണ്, കടങ്ങൾ വീട്ടേണ്ടതാണ്. അതുപോലെ മറ്റു വല്ല സ്വത്തുക്കളും തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ്. സൂക്ഷിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ്. അതുപോലെ അവൻ പൊരുത്തപ്പെടേണ്ടവരുണ്ടാകാം, അവൻ്റെ കുടുംബം, അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ, അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ കൂട്ടുകാർ, അവൻ്റെ അയൽവാസികൾ, അവൻ്റെ കുടുംബാംഗങ്ങൾ, അവനുമായി ബന്ധമുള്ളവർ, ഇടപാട് ബന്ധമുള്ളവർ, സഹവാസ ബന്ധമുള്ളവർ, അല്ലെങ്കിൽ മറ്റു എന്തിലെങ്കിലും ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ അവരോടൊക്കെ പൊരുത്തപ്പെടിക്കാൻ പറയേണ്ടതാണ്. ഇതൊക്കെ നമുക്ക് വരാനുള്ളതാണ്, മരണസമയം. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ അവൻ്റെ ചെറിയ മക്കൾ ആണെങ്കിൽ ആ മക്കളെ നോക്കാനും സംരക്ഷിക്കാനും അർഹരായ വല്യപ്പമാരോ മറ്റോ ഉണ്ടെങ്കിൽ അവരോട് വസിയ്യത്ത് ചെയ്ത് മക്കളെ കാര്യം നോക്കണമെന്ന് പറയണം. ഇനി അവൻക്ക് വീട്ടാൻ കഴിയാത്ത കടമുണ്ടെങ്കിൽ വീട്ടാൻ വേണ്ടി ഒരാളെ ഏൽപ്പിക്കേണ്ടതാണ്. അതുപോലെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവണം മനസ്സിൽ. അള്ളാഹ് എനിക്ക് പുറത്തു തരും, എനിക്ക് റഹ്മത്ത് ചെയ്യും എന്ന ധാരണയാണ് മരണസമയത്ത് ഉണ്ടാവേണ്ടത്. അള്ളാഹ് എന്നെ എന്തായാലും ശിക്ഷിക്കും, ഞാൻ നരകത്തിലെ വിറകാണ് എന്ന് ചിന്തിക്കേണ്ടതില്ല. അതൊക്കെ പൊറുക്കൽ തേടിക്കൊണ്ട് തൗബ ചെയ്യുക. അപ്പോൾ അള്ളാഹു പുറത്തു തരുമെന്ന് വിശ്വാസവും. അതുകൊണ്ട് തന്നെ ഈ അവസാന സമയത്ത് എനിക്ക് അള്ളാഹ് റഹ്മത്ത് ചെയ്യുന്നതാണ്. അള്ളാഹിൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിച്ചുള്ള അള്ളാഹുവിനെ പറ്റി നല്ല ഭാവന വെക്കണം. നമ്മൾ അള്ളാഹിനെ പറ്റി നല്ല ധാരണ വെച്ചാൽ അള്ളാഹു എന്നെപ്പറ്റി അവൻ പൊറുക്കുമെന്നല്ലേ വിചാരിച്ചത്, റഹ്മത്ത് ചൊരിയുമെന്നല്ലേ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ അവൻക്ക് മരിക്കുന്ന സമയത്ത് അവൻ റഹ്മത്ത് ചൊരിയുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ ഞാൻ അവൻക്ക് പുറത്തു കൊടുക്കുന്നു, ഞാൻ അവൻക്ക് റഹ്മത്ത് ചൊരിയുന്നു എന്ന നിലക്ക് അള്ളാഹു ഇങ്ങോട്ടും ഉണ്ടാകുന്നതാണ്. അങ്ങോട്ട് അള്ളാഹിനെ പറ്റി എന്താണോ നമ്മൾ കരുതുന്നത്, ധരിക്കുന്നത്, ഭാവിക്കുന്നത്, അപ്രകാരം അള്ളാഹു ഇങ്ങോട്ടും ചെയ്യുന്നതാണ്. അള്ളാഹു എന്നെ നിസ്സാരമായൊരു അടിമയാണല്ലോ പഠിച്ചവനെ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, പൊറുക്കണം പഠിച്ചവനെ, എന്നെ ശിക്ഷിക്കേണ്ട ഒരു ആവശ്യം നിനക്കില്ല, നീ രാജാവാണല്ലോ, എന്നെ ശിക്ഷിച്ചിട്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ, എൻ്റെ ഇബാദത്ത് കുറവാണെങ്കിലും നീ രാജാവാണല്ലോ,
എന്നും ഞാൻ എൻ്റെ അടിമയാണ്, അടിമക്ക് തെറ്റ് വന്നിട്ടുണ്ട്, പൊറുക്കണേ എന്ന ചിന്തയാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുകയും പൊറുക്കൽ തേടുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതുക. പ്രത്യേകിച്ച് ഖുർആനിലെ പ്രതീക്ഷയുടെ ആയത്തുകളുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കും, അള്ളാഹു തൗബ സ്വീകരിക്കും എന്ന് തുടങ്ങി പ്രതീക്ഷയുടെ ആയത്തുകൾ, അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ് എന്ന് തുടങ്ങി റഹ്മത്ത് ചൊരിയുന്നവനാണെന്ന ആയത്തുകൾ ഇങ്ങനെ ആവർത്തിച്ചോതുന്നത് നല്ലതാണ്. മിതമായ ശബ്ദത്തിൽ ഓതുന്നത് നല്ലതാണ്. മറ്റൊരാൾ ഓതിത്തരാൻ വേണ്ടി പറയുകയും കേൾക്കുകയും ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ അള്ളാഹിൻ്റെ റഹ്മത്ത് പ്രതീക്ഷിക്കുന്ന ഹദീസുകൾ, തിരുവചനങ്ങളുണ്ട്, മുത്തുനബിയുടെ വാക്കുകൾ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുക, പാരായണം ചെയ്യുക, ചെയ്യിപ്പിക്കുക. അതുപോലെ നിസ്കാരം കഴിവിൻ്റെ പരമാവധി നിസ്കാരം നിർവഹിക്കുക, നിസ്കാരം ഖളാഅക്കാതിരിക്കുക. നിസ്കാരം രോഗികളാണെങ്കിൽ ലൊഹറും അസറും കൂടി ലൊഹറിൻ്റെ സമയത്ത് നിസ്കരിച്ചാലും മതി. അതുപോലെ മഗ്രിബും ഇശാഉം മഗ്രിബിൻ്റെ സമയത്ത് ജംആക്കാൻ പറ്റുന്നതാണ്. രോഗികൾക്ക് ജംആക്കാൻ പറ്റും, യാത്രക്കാർക്ക് മാത്രമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജംആക്കി നിസ്കരിക്കേണ്ടവർ ജംആക്കി നിസ്കരിക്കുക. അതുപോലെ നമ്മുടെ വിരിപ്പും പുതപ്പും കിടപ്പുമൊക്കെ നജസ്സുകളെ തൊട്ട് വൃത്തിയാക്കുക. നമ്മുടെ പിതാക്കളും മറ്റു ബന്ധുക്കളൊക്കെ രോഗത്തിൽ കിടക്കുമ്പോൾ നജസ്സിൽ കിടക്കുന്നവരാകരുത്. നജസ്സിനെ തൊട്ടൊക്കെ അവർ വൃത്തിയാക്കി കൊടുക്കേണ്ടതാണ്. മലായിക്കത്തുകൾ വരണമെങ്കിൽ നല്ല വാസനകൾ ഉണ്ടാവണം. ചീത്ത വാസനയുള്ളിടത്തേക്ക് മലക്കുകൾ വരികയില്ല. ആളുകൾക്ക് പ്രയാസമുള്ള വാസനയാണെങ്കിൽ മലക്കുകൾക്കും പ്രയാസമാണ്. നമുക്ക് ഒരു പ്രയാസമുള്ള വാസനയുള്ള ഉണ്ടാവുമല്ലോ, അത് മലക്കുകൾക്കും പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ മലക്കുകളുടെ ഹുളൂർ വരണമെങ്കിൽ നമ്മൾ നല്ല വാസനയുണ്ടാവണം. നജസ്സുകളൊക്കെ നീക്കം ചെയ്തു കൊടുക്കണം. രോഗികളൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരെ വിയർപ്പ് വാസനയുമായി കിടക്കരുത്. അവരെ കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ തുടച്ച് വൃത്തിയാക്കി കൊടുത്ത് വാസനകളെ തൊട്ട് ശുദ്ധി വരുത്തണം. നല്ല വാസനയുള്ള വസ്തുക്കൾ പുകയിപ്പിക്കുകയോ പുരട്ടിക്കൊടുക്കുകയോ ചെയ്യണം. ദിവസവും കുളിപ്പിച്ച് വൃത്തിയാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ വൃത്തിയാക്കണം. ചീത്ത വാസന വരുന്ന സ്ഥലങ്ങൾ, സ്പെഷ്യൽ സ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടേക്കൊന്ന് കഴുകി വൃത്തിയാക്കി കൊടുക്കണം. വിയർപ്പ് നാറ്റമുണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി കഴുകി കൊടുക്കണം. മരിക്കുന്ന സമയത്ത് നല്ല വാസനയോട് കൂടെ മരിക്കണം. നല്ല വൃത്തിയുള്ളതാകണം. മലായികത്തുകളെ അവിടേക്ക് വരുമ്പോൾ അവർക്ക് നല്ല വാസനയുണ്ടെങ്കിലേ അവിടേക്ക് അവരടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും നമ്മുടെ രോഗികളെ നല്ല വാസനയുള്ളിടത്ത് കിടത്തണം. ചിലപ്പോൾ അവർ മൂത്രമൊഴിച്ചേക്കാം, അല്ലെങ്കിൽ കാഷ്ടിച്ചേക്കാം, ചീത്തവാസനകളുള്ള സാഹചര്യങ്ങളുണ്ടായേക്കാം. എങ്കിലും മക്കൾ വാപ്പയെ പരിപാലിക്കുക എന്ന നിലക്ക്, അല്ലെങ്കിൽ ഉമ്മയെ പരിപാലിക്കുക എന്ന നിലക്ക്, വാപ്പയും ഉമ്മയും നമ്മളെ ചെറുപ്പത്തിൽ പരിപാലിച്ചതല്ലേ. അതുപോലെ ഭർത്താവ് ഭാര്യയെ, ഭാര്യ ഭർത്താവിന്, ഇങ്ങനെ ചീത്തവാസനകളെ തൊട്ടൊക്കെ ശുദ്ധിയാക്കി നല്ല വൃത്തിയിൽ കിടത്തേണ്ടതാണ്. ചീത്തവാസനയുള്ള സ്ഥലത്തേക്ക് റഹ്മത്തിൻ്റെ മലായികത്ത് അടുക്കുകയില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനിയും രോഗികളുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സുകളിൽ അത് ചർച്ച ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് നല്ല സാഹചര്യത്തിൽ വൃത്തിയായി ശുദ്ധിയായി നജസിൽ നിന്നും ചീത്തവാസനകളിൽ നിന്നൊക്കെ വൃത്തിയായി ശുദ്ധിയുള്ള സമയത്ത് നല്ല നിലക്ക് മലായികത്തുകൾ റഹ്മത്തിൻ്റെ മലക്കുകളുടെ മുത്തുനബിയുടെ ഒക്കെ സാന്നിധ്യത്തിൽ ഹുളൂറിൽ ബദരീങ്ങളെ ഹുളൂറിൽ മരിക്കണം. അതിനാണ് നല്ല വാസന വേണമെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള സാഹചര്യമാക്കി തീർക്കുമാറാവട്ടെ. വുളൂ ചെയ്ത് മരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തൗബ ചെയ്ത് മരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കൽബിലെങ്കി മരിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എല്ലാവരും അതിനു വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.